ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കും. നമുക്കിന്ന് റാഗി വെച്ച് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം. ഇത് റാഗി നമുക്ക് എങ്ങനെയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ മസ്റ്റായിട്ടും അത് കഴിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒരു ലേശം ശർക്കര ഉരുക്കിയെടുക്കാം. കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മൾ ശർക്കര ഉരുക്കുക. എന്നിട്ടൊരു ഫാൻ അടുപ്പേ വെച്ചതിന് ശേഷം തവ അടുപ്പേ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ട് 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇളക്കി നല്ലോണം ഒന്ന് ഉടച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ലോണം ആ തവ വെച്ച് നല്ലോണം ഉടച്ച് നല്ല ആ നെയ്യുമായിട്ട് നല്ല ചേരുന്ന രീതി ഉടച്ചെടുക്കുക. എന്നിട്ട് 1/4 സ്പൂണ് ജീരകവും 1/4 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണ് വീതം. എന്നിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് തേങ്ങ, ചെറിയൊരു മുറി തേങ്ങ തിരികിയതും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ അതിൻ്റെ ഒരു ഇതിന് വേണ്ടി ആ മധുരം ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് റാഗിപ്പൊടി ഇട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം യോജിപ്പിച്ച് ഈ പരുവത്തിയാക്കിയെടുക്കുക. നല്ലോണം വെള്ളമെല്ലാം വലിയുന്നിടം വരെ ഇതുപോലെ നമുക്കാക്കിയെടുക്കാം. ആക്കിയെടുത്തതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രം അടുപ്പേ വെച്ചതിന് ശേഷം നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. വാഴയില വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും അതിൻ്റെ ഒരു രുചിയെല്ലാം ഒരു പ്രത്യേകതയല്ലേ. അതുകൊണ്ട് വാഴയില വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് നമ്മുടെ കയ്യേലിച്ച് എണ്ണ വേണമെങ്കിൽ തടവുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കയ്യിലൊന്നും ഒട്ടത്തൊന്നുമില്ല. ഇതുപോലെ ഉരുളകളാക്കി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവി കയറ്റിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മക്കൾക്ക് ഏത് രീതിയിൽ റാഗി ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കത്തില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോന്ന് പിറകിക്കൊണ്ട് നടന്ന് തിന്നും. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ്. അപ്പം ഇതാണ് ഇന്ന് എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.